ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1447 ദിവസമായി ഇന്ന് 2025 മെയ് മാസം 1 തീയതി വ്യാഴാഴ്ച. 1200 ആണ്ട് മേടമാസം 18 തീയതി. ഗുരുവചനങ്ങളിലൂടെ മിതമായേ ചെലവ് ചെയ്യാവൂ. ആഡംബരത്തിനു വേണ്ടി പണം ചെലവാക്കരുത്. ആവശ്യത്തിന് ആകാം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ തത്വവും അനുഷ്ഠാനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 15ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചരിത്രം വേഗം സംഭവ ബഹുലമായി തീർന്നു. യാഥാസ്ഥിതികരുടെ അനാചാരക്കോട്ടയിൽ വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുവാൻ ഗുരുവിൻ്റെ യുവാക്കന്മാരായ അനുയായികൾ തയ്യാറായി. അതിൻ്റെ തയ്യാറെടുപ്പ് അണിയറയിൽ പൂർത്തിയായതിന് ശേഷമാണ് ഇന്ന് സുപ്രസിദ്ധമായി തീർന്നിട്ടുള്ള വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അത് പ്രകടമായി തീർന്നത്. ഈ വിഷയത്തിൽ ഗുരുവിനുണ്ടായിരുന്ന മനോഭാവം തനിക്ക് വ്യക്തമായിരുന്നില്ലെന്ന് യങ് ഇന്ത്യയിൽ മഹാത്മജി എഴുതിയിരുന്നു. അതുകൊണ്ട് ആ അംശത്തിൽ അല്പം വെളിച്ചം വിതറിയേക്കാവുന്ന ചില സംഭവങ്ങൾ ഇവിടെ സംഗ്രഹമായി പരാമർശിച്ചു കൊള്ളട്ടെ. നീതിയുടെയും നന്മയുടെയും ഇരിപ്പിടമായിരിക്കേണ്ട മതത്തിൻ്റെ ധാർമ്മിക സ്ഥാപനങ്ങളായ ക്ഷേത്രങ്ങൾ ലോകത്ത് മറ്റു പലയിടത്തും സംഭവിച്ചിരിക്കുന്നത് പോലെ തന്നെ ഭാരതത്തിലും സ്ഥാപിത താൽപ്പര്യങ്ങളുടെ ശക്തിദുർഗങ്ങളായി പരിണമിച്ചു. ദൈവവിശ്വാസത്തിലും ധാർമ്മിക ബോധത്തിലും പരമ്പരയായ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്യുവാൻ ശക്തിയുള്ള ഒരു ന്യൂനപക്ഷം എല്ലാ അവസരങ്ങളും ഉപയോഗിച്ചു. സ്വയമേ വിശുദ്ധത നടിക്കുവാൻ സൗകര്യം കിട്ടാത്തവർ പൗരോഹിത്യത്തിൻ്റെ ചെങ്കോൽ പിടിച്ചവർക്ക് പരിരക്ഷണം ചെയ്യുവാൻ കാവൽഭടന്മാരായി തീർന്നു. വേണ്ടുവോളമുള്ളവന് പിന്നെയും ഊട്ടുപുരയിൽ ഉണ്ണുവാനുള്ള അവകാശം ലഭിച്ചു. സന്മാർഗത്തിൻ്റെ ചിറകുകൾ ഒടിഞ്ഞു. അസ്പൃഹണീയമായ കുബന്ധങ്ങൾ നാട്ടിൽ സർവ്വസാധാരണമായി. സത്യത്തെ മറച്ചുവെച്ച് സ്വാർത്ഥതയെ ചാതുര്യമുള്ളവർ വിദഗ്ധമായി അടവുകളാക്കി മാറ്റി. പൊതുസ്ഥാപനങ്ങളെന്ന് മാത്രമല്ല, പെരുവഴി പോലും ഒട്ടുമുക്കാലും പോരുന്ന ജനവിഭാഗത്തിന് തികച്ചും അഗമ്യമായി തീർന്നു. ഉൽപ്പതിഷ്ണുക്കളായ ഭാരതീയരുടെ സ്വാതന്ത്ര്യമോഹം വളർന്നു വന്നതോടുകൂടി സ്വരാജ്യത്തിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ സ്വയമേ പരിരക്ഷിക്കേണ്ടി വരുന്ന ഉൽപ്പതിഷ്ണുക്കളായ ഭാരതീയരുടെ സ്വാതന്ത്ര്യമോഹം വളർന്നു വന്നതോടുകൂടി സ്വരാജ്യത്തിലെ സാമൂഹ്യ വ്യവസ്ഥയിൽ സ്വയമേ പരിരക്ഷിക്കപ്പെടേണ്ടുന്ന പൗരസ്വാതന്ത്ര്യത്തെപ്പറ്റി ജനങ്ങൾ പൊതുവെ ബോധവാന്മാരായി തീർന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്.